എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാത്യു മണ്ണാറകം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അരീത്ര ദേശത്തിൻ്റെയും കൊണ്ടൂർ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെയും ചരിത്രമാണ്. നമ്മുടെ നാട് 3-4 തട്ടുകളായിട്ട് തിരിക്കപ്പെട്ടിരുന്നു. രാജാവിൻ്റെ കീഴിൽ നാടുവാഴി, നാടുവാഴിയുടെ കീഴിൽ ദേശവാഴിക്ക് കീഴിൽ കരപ്രമാണി, എന്നിങ്ങനെ പല തട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള തട്ടുകളിൽ ഇവിടെ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ പ്രദേശം അരീത്ര ദേശമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അരീത്ര ദേശം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അതിർത്തി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, അവിടെ ഒരു പ്രാവുംകൂടുണ്ടായിരുന്നു ഒരിക്കൽ. ആ പ്രാവുംകൂടിന് ആറ്റിൽ നിന്ന് കുറുകെയുള്ള തെക്കനാർവാടി യോജിക്കുന്ന സ്ഥലം, അവിടം വരെയായിരുന്നു. അതിന് പടിഞ്ഞാറോട്ടുള്ള സ്ഥലമായിരുന്നു അരീത്ര ദേശത്തിൻ്റെ വകയായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കിഴക്കോട്ടുള്ള പ്രദേശമാണ് പൂഞ്ഞാരി തമ്പുരാക്കന്മാർക്ക് 1160 കൊടുത്തത്. അപ്പോൾ അവിടെ ഒരു കോട്ടയുണ്ടായിരുന്നു, അവിടെ ഒരു കോട്ടവാതിലുണ്ടായിരുന്നു പൂഞ്ഞാറിലോട്ട് പ്രവേശിക്കാനുള്ളത്. അവിടെ കോട്ടയും ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. മുമ്പത് ഈരാറ്റുപേട്ട മാർക്കറ്റായിരുന്നു. അതിനുശേഷമാണ് ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡായിട്ട് മാറ്റിയത്. അപ്പോൾ ഇതിന് പടിഞ്ഞാറോട്ടുള്ള സ്ഥലം, അത് 2-6 കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലം വരെ, പിന്നെ വടക്കേക്കര, ഇത് കടുവാമൂഴി ഉൾപ്പെടെ എടത്തുംകുന്ന്, തലപ്പലത്തിൻ്റെ ഒരു വലിയ ഭാഗം, പനിക്കപ്പാലം വരെ, വെട്ടിപ്പുറം മുകളിലോട്ട് അവിടെ ഒരു കോട്ട വഴി ഉണ്ടായിരുന്നു, അതിന് താഴോട്ടുള്ള സ്ഥലം, പിന്നെ അരുവിത്രക്കര മുഴുവനും, തെക്കേക്കര മുഴുവനും, അതുപോലെ തന്നെ വെയിലുകാണാമ്പാറ കൂടി ചിറ്റാറ് വരെയുള്ള സ്ഥലം, തൃനാട് ടൗണിനോട് ചേർന്ന് ചിറ്റാർ തുടങ്ങി ഇങ്ങോട്ടുള്ള ബാക്കിയുള്ള സ്ഥലം, അത് പാതാഴ്, മോസ്കോ, കൊണ്ടൂര്, പിന്നെ ചിറ്റാർ മുന്നി എന്നൊരു സ്ഥലമുണ്ട്. ചിറ്റാറും ഈ മീനച്ചിലാറും കൂടെ യോജിക്കുന്ന സ്ഥലം, അവിടം വരെയുള്ള സ്ഥലമാണ് പഴയ അരീത്ര ദേശത്തിൻ്റെ കീഴിലുള്ള സ്ഥലം. അതാണ് അവിടെ ഒരു തൂക്കിക്കൊല്ലാനൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിനാണ് കൊല്ലിയിൽ നിന്ന്, അവർ കൊല്ലുന്ന സ്ഥലമാണ് കൊല്ലിയിലായത്. പിന്നെ ആ സ്ഥലം മേടിച്ച് ഒരു കൊല്ലിയിൽ നിന്നായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇവരിവിടെ ഇതിന് പലപ്പോഴും ഈ രാജകുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമാണ് ഇവിടെ കൊച്ചി രാജാക്കന്മാർ നാടുവാഴികളായിട്ട് ഭരിച്ചിരുന്നത്. ഇവിടെ വന്നിരുന്നതാണ് അരീത്ര ദേശത്തിൻ്റെ ഭരണാധികാരി, തെക്കുംകൂർ രാജവംശത്തിൽപ്പെട്ട ഒരു രാജകുമാരനായിരുന്നു. അദ്ദേഹം ഏകദേശം BC 3-ാം നൂറ്റാണ്ടിലൂടെ എത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹം ഇവിടെ കൊട്ടാരം ഉണ്ടായിരുന്നു. കൊട്ടാരം ഇന്നത്തെ എടത്തുംകുന്നുണ്ട്, ഈരാറ്റുപേട്ടയിൽ കടുവാമൂഴി ബസ് സ്റ്റാൻഡിനടുത്ത്. എടത്തുംകുന്ന് ആ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത്. അതിന് കുറച്ച് മുകളിലായിട്ട് അവിടെ ഈ ചെരപ്പുറത്തുകാരുടെയൊക്കെ സ്ഥലമുണ്ട്, അതിനോട് മേക്കാട്ടുകാരുടെയൊക്കെ ആ സ്ഥലത്തോട് ചേർന്ന് ഇവിടെ കോട്ടയൊക്കെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട്, അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. വാളിൻ്റെ പിടി, കുന്തം തുടങ്ങിയൊക്കെ മാന്തുമ്പോൾ കിട്ടുന്നുണ്ട്. അവിടെയായിരുന്നു അവരുടെ കൊട്ടാരം. രാജ്ഞിമാർ കുളിക്കാൻ വന്നിരുന്നത് താഴോട്ടിറങ്ങി അവിടെ ഇടത്തിൽ കേണൽ ജോർജിൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ വളരെ വീതിയിലുള്ള ഒരു നല്ല നടകെട്ടിയിരുന്നു. രാജ്ഞിമാർ കുളിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു, കുളിക്കടവായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ വളരെ ശക്തമായിട്ട് അവരിങ്ങനെ ഭരിച്ചു വന്നതാണ്. അപ്പോൾ ഭരിച്ചു വന്നപ്പോഴുണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മറവപ്പടയുടെ ആക്രമണം കലശലായി. മറവപ്പടയുടെ ആക്രമണത്തിൽ കലശലായി കഴിഞ്ഞപ്പോൾ അവർക്കൂടെ നിലനിൽക്കാൻ കഴിയാതെ വന്നു. അപ്പോൾ അവരതുകൊണ്ട് ഇവിടെ എല്ലാം വിട്ടൊറിഞ്ഞ് അവരുടെ എടുക്കാവുന്ന സ്വർണവും പണ്ടവും എല്ലാം എടുത്ത് ബാക്കിയുള്ളതൊക്കെ അവർ ഒരു കിണർ കുത്തി അതിനകത്ത് മൂടിയിട്ടെന്നാണ് പറയുന്നത്. കടുവാമൂഴിയുടെ ആ ഭാഗത്ത് ഇവിടെയും കാണുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മൂടിയിട്ട് അവർ പോയി. അപ്പോൾ ഒന്നുകൂടി ഓർക്കണം, തോമാസ് ലീഹ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് പള്ളി വെക്കാൻ സ്ഥലം നൽകിയത് ഈ ഇടത്തി തമ്പുരാക്കന്മാരാണ്. അവരിൽ നിന്നാണ് ഈ സ്ഥലം, അവരാണ് സൗജന്യമായിട്ട് പള്ളിക്ക് ഇന്നത്തെ ഇരിക്കുന്ന സ്ഥലം കൊടുത്തത്. അപ്പോൾ അങ്ങനെ അതാണ് അവരുടെ ചരിത്രം. അത് കഴിഞ്ഞ് പിന്നെ തീർന്നില്ല. അതിനുശേഷം ഇവർ ഒരു AD 8-ാം നൂറ്റാണ്ടോടുകൂടി അവർ ഇവിടം വിട്ടുപോയി. കുറച്ച് പേര് കോട്ടയത്തിനടുത്ത് ചുട്ടുവരി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. മറ്റുള്ളവർ കോഴിക്കോട് സാമൂതിരിൻ്റെ അടുത്തേക്കും പലായനം ചെയ്യാനുണ്ടായത്. അവർക്ക് ശേഷമാണ് പാറയ്ക്കൽ അച്ഛന്മാരിവിടെ വരുന്നത്. ഈ സ്ഥലം കിടപ്പുണ്ടല്ലോ, പാറയ്ക്കൽ അച്ഛന്മാരിവിടെ വരുന്നത്. അവർ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത്, മധുരയ്ക്കടുത്തു നിന്നാണ് അവരുടെ വരവ്. അവരിവിടെ വന്ന് ഒരു രാജകുടുംബത്തിൽപ്പെട്ടവരാണ് അവരിവിടെ വന്ന് കാഞ്ഞിരപ്പള്ളി താമസിച്ചു, അതുപോലെ തന്നെ തൊടുപുഴ താമസിച്ചു, പലയിടത്ത് താമസിച്ചതിന് ശേഷം അവർ ഈരാറ്റുപേട്ടയിൽ വന്നപ്പോൾ അവിടെ പാറയ്ക്കൽ എന്ന വീട്ടുകാർ കിട്ടാൻ തന്നെ കാരണം ഒരു കുറ്റിപ്പാറ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ സബ് രജിസ്ട്രാർ ആഫീസൊക്കെ ഇരിക്കുന്ന ആ ആഫീസിൻ്റെ അതിന് താഴെ ആറ്റിനോട് ചേർന്നായിരുന്നു അവരുടെ വീട്. അതുകൊണ്ടാണ് പാറയ്ക്കൽ എന്നുള്ള വീട്ടുപേര് കിട്ടിയത്. അവരിവിടുത്തെ അവരുടെ പ്രമാണിമാരായിട്ട് ദീർഘകാലം ഭരിച്ചു. അവർക്ക് തിരുവിതാംകൂർ മഹാരാജ ഒരു പദവി കൊടുത്തു, മണാളർ എന്നുള്ള ഒരു പേര് നൽകി. മണാളർ എന്ന് പറഞ്ഞാൽ കർഷകരുടെ രാജാവെന്നാണ്. അവർക്ക് എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ സ്ഥലം ഇവർക്കുണ്ടായിരുന്നതിന് പുറമെ ഈ അരീത്ര ഇടത്തി തമ്പുരാക്കന്മാർക്കുണ്ടായിരുന്ന സ്ഥലത്തിന് പുറമേ ഇവർക്ക് കുറിഞ്ഞിപ്ലാവിൽ അവർ കുറേയേറെ സ്ഥലങ്ങളുണ്ടായിരുന്നു. തീക്കോയി എസ്റ്റേറ്റ്,
4000 ഏക്കർ വരുന്ന തീക്കോയി എസ്റ്റേറ്റ് അവരുടെയായിരുന്നു. പിഴക് കൊട്ടാരം, കരിന്തിരി, അവിടെയുള്ള കരിന്തിരി, പല സ്ഥലങ്ങളിൽ അവർക്ക് സ്ഥലമുണ്ടായിരുന്നു. എല്ലാം കൂടി 56,000 ഏക്കർ സ്ഥലം പാറക്കൽ കുടുംബത്തിൻ്റെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ 1907 മണാളർ ഗോവിന്ദൻ, ഉണ്ണി എന്ന നാരായണൻ ഗോവിന്ദനാണ് ബ്രിട്ടീഷുകാർക്ക് 99 കൊല്ലത്തേക്ക് പാട്ടത്തിന് തീക്കോയി എസ്റ്റേറ്റ് കൊടുത്തത്. 4000 ഏക്കർ സ്ഥലം വരും, അത് കൊടുത്തതാണ്. അതിന് സാക്ഷിയായിട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ കുഞ്ഞനിയൻ പിള്ള, കൊച്ചുനാരായണൻ ഗോവിന്ദൻ. ഇവരാണ് ഈ സ്ഥലം പാട്ടത്തിന് കൊടുത്തത്. പക്ഷേ സ്ഥലമൊന്നും കിട്ടിയില്ല, കാലാവധി കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്തില്ല. ഇപ്പോഴും അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആർക്കും ഒന്നും പ്രയോജനപ്പെട്ടില്ല. പിന്നെ ഇതിങ്ങനെ അവരുടെ ഭരണം നടന്നു. അപ്പോൾ ഇവരുടെ കാലം പിന്നെ 47 വരെ അവർ ഭരിച്ചു. എല്ലാ അധികാരങ്ങളുള്ള ആളുകളായിരുന്നു. 47 അവരുടെ ഭരണമൊക്കെ അവസാനിച്ചത്. ഇപ്പോഴും പിന്നെ അരിയുത്രപ്പള്ളിക്ക് അവരുടെ കുടിയാന്മാരാണല്ലോ അരിയുത്രപ്പള്ളി. പെരുന്നാളിന് തലേദിവസം 12 രൂപ അവിടുത്തെ മുതിർന്ന ആൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത് പതിവാണ്. അപ്പോൾ ആ കൊട്ടാരത്തിൽപ്പെട്ട നമ്മുടെ ബഹുമാന്യനായ സുനിൽ ബാബു പാറക്കൽ ഈ കുടുംബത്തിൽപ്പെട്ടതാണ്. RTO ആയിരുന്നു, നല്ല സൽപ്പേര് നേടിയ ഒരു വ്യക്തിയായിരുന്നു. എൻഫോഴ്സ്മെൻറ്റ് RTOയും അതുപോലെ തന്നെ ശബരിമലയിൽ നോഡൽ ഓഫീസറൊക്കെ ആയിരുന്നു ഇദ്ദേഹം. അത്രയും പ്രശസ്തനായ ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ട് അവിടെ. ഇവരുടെ ഭരണകാലത്ത് അങ്ങനെ 47 ഭരണം അവസാനിച്ചു. അപ്പോൾ ഇവിടെ 2 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഭദ്രകാളി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രദേശത്തെ ഒരു കൊണ്ടൂര് അമ്മയെന്നാണ് പറഞ്ഞത്. ഈ പ്രദേശത്തിൻ്റെ എല്ലാം ഭരണാധികാരിയായിട്ട് അവരെയാണ് കാണുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാം നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രം. ഇതിൻ്റെ പഴക്കം പറയുക ബുദ്ധിമുട്ടാണ്. കാരണം 1500 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അപ്പോൾ അവിടെ ഇതൊരു ശിവക്ഷേത്രമായിരുന്നാണ് പറഞ്ഞത്. ഈ മറവപ്പടയുടെ ആക്രമണത്തെ തുടർന്ന് ഈ ശിവക്ഷേത്രവും കൊടിമരവും ഉണ്ടായിരുന്നു. അതിൽ കുളത്തിൽ മുക്കി കളഞ്ഞ കുളത്തിനിടയിൽ ഒരു കിണറും ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിൽ ആഭരണങ്ങൾ ഉൾപ്പെടെ അതെല്ലാം അതിനകത്ത് മുക്കിക്കളഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വളരെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ശിവൻ്റെ വിഗ്രഹം അവിടുന്ന് പൊക്കിയെടുക്കാൻ കഴിഞ്ഞു. അതാണ് ഇപ്പോൾ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഒളിച്ചു നടന്ന സമയത്ത് മാർത്താണ്ഡവർമ്മ ഈ ക്ഷേത്രത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ടെന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അവിടുത്തെ ഉത്സവത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് വേറൊന്നുണ്ട്. 1976 ഡിസംബർ 31 വരെ മുമ്പ് ജനിച്ച ആളുകൾക്ക് പാറക്കൽ കുടുംബത്തിൽപ്പെട്ടവർക്ക് മരുമക്കത്തായം അനുസരിച്ചുള്ള സ്വത്ത് വിഹിതവും അതിനുശേഷം ജനിപ്പിച്ചവർക്ക് മത്കത്തായം അനുസരിച്ചുള്ള സ്വത്ത് വിഹിതവുമാണ് ലഭിക്കുന്നത്. കുംഭമാസത്തിലെ തിരുവോണ നാളിലാണ് ഇവിടുത്തെ ആറാട്ട്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കുളം വറ്റിക്കാൻ പലതവണ ശ്രമിച്ചിട്ടും വിജയിച്ചില്ല. മറ്റൊരു സംഭവം ഉണ്ടായതായിട്ട് പറയപ്പെടുന്നു. പുതിയാത്ത് കുടുംബത്തിൽ സന്തതികളില്ലാതെ വന്നപ്പോൾ 9 തിരിയുള്ളൊരു വിളക്ക് ഈ ക്ഷേത്രത്തിൽ സമർപ്പിച്ചപ്പോഴാണ് അവർക്ക് 9 മക്കൾ ആ കുടുംബത്തിൽ പലർക്കായിട്ട് ജനിച്ചെന്നും പറയപ്പെടുന്നു. അടുത്തതായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഭദ്രകാളി ക്ഷേത്രം. അത് വളരെ പ്രസിദ്ധമാണ്. അതും ഇതേ പഴക്കം തന്നെയുള്ളതാണത്. ഈ ക്ഷേത്രത്തിനുള്ള അതേ പഴക്കം ഈ ഭദ്രകാളി അതിൻ്റെ ഉപദേവത എന്ന് പറയുന്നത് ഭദ്ര മീനാക്ഷിയാണ്. അവിടെ എല്ലാ ദിവസവും രാവിലെ പൂജയുണ്ട്. വൃശ്ചിക മാസം 1 മുതൽ സന്ധ്യാസമയത്ത് ദീപാരാധനയും ഭദ്രകാളിയുടെ കളമെഴുത്ത് പാട്ടും, മണ്ഡലകാല സമാപനത്തിൽ പകൽ കുംഭ ആഘോഷവും, രാത്രിയിൽ വടക്കും പുറത്ത് ഗുരുതിയും നടത്തപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു ക്ഷേത്രത്തിൻ്റെ കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. ക്ഷേത്രമല്ല, അത് വേറൊരു ചെറിയ കരപ്രമാണിയാണ്. അതായത് താഴത്ത് വീട്ടിൽ കൈമൾ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അവരുടെ വാസസ്ഥലം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ചൂണ്ടച്ചേരി സെൻറ്റ് ജോസഫ്സ് എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു അവരുടെ കൊട്ടാരം. അദ്ദേഹം ആദ്യം തുടങ്ങിയത് പൂഞ്ഞാരിത്തമ്പുരാൻ്റെ കാര്യസ്ഥന്മാരായിട്ടാണ് തുടങ്ങിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് സമ്പത്തെല്ലാം വർദ്ധിച്ചു, അധികാരം വർദ്ധിച്ചു. പിന്നെ മീനിച്ചി കർത്താക്കന്മാരും പൂഞ്ഞാരിത്തമ്പുരാന്മാരൊന്നും നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് നിയന്ത്രിച്ചില്ല. അവർ കൊള്ളയടിക്കും. സമയത്തുള്ള വെള്ളങ്ങാനം ക്ഷേത്രം, അളനാട്, എല്ലാ ക്ഷേത്രങ്ങളും കൊള്ളയടിച്ചിരുന്നു, ആളുകളെയും കൊള്ളയടിച്ചിരുന്നു. അവരുടെ സ്വാധീന വലയത്തിൽപ്പെട്ട ഒരു കരപ്രമാണിയായിട്ടാണ് പുള്ളി വാണുകൊണ്ടിരിക്കുകയാണ്. യാത്രക്കാരെയൊക്കെ കൊള്ളയടിക്കുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു സംഘം ഗുണ്ടാകൾ, നല്ല എന്തിലും സായുധരായ അഭ്യാസികളായ ഒരു സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള പ്രവിത്താനം, ഉള്ളനാട്, കയ്യൂര്, എടപ്പാടി തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ അവരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അവരെ ആർക്കും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ അവർക്ക് തൂക്കുമരം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ കൂവക്കാട് മലയിൽ അവരുടെ അവരാണല്ലോ കുറ്റവാളികളെ തീരുമാനിക്കുന്നത്. തൂക്കിക്കൊല്ലുന്നതിനുള്ള ഏർപ്പാടോടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 300 വർഷത്തിന് ശേഷം ഇവരുടെ രാജ്യവും അതെല്ലാം തകർന്നു പോയി, കുടുംബവും തീർന്നു, അതുപോലെ തന്നെ അവരുടെ ക്ഷേത്രവും തീർന്നു. പിന്നീട് അത് പല കൈമറിഞ്ഞ് ഇപ്പോൾ അത് എഞ്ചിനീയറിംഗ് കോളേജും മടമൊക്കെ ഇരിക്കുന്ന സ്ഥലമാണിത്. ഇത്രയുമാണ് എനിക്ക് ഇതേപ്പറ്റി നിങ്ങളോട് പറയാനുള്ളത്. പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാനാകാതെ നിങ്ങൾ വിഷമിക്കുന്നുവോ? പണയ സ്വർണം തിരിച്ചെടുത്ത് മാർക്കറ്റിലെ ഉയർന്ന വിലയിൽ വിൽക്കുവാൻ ഞങ്ങൾ സഹായിക്കാം. പണയത്തിലോ കൈവശമോ ഇരിക്കുന്ന ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണവും നിങ്ങളുടെ വീടുകളിലോ പണയ സ്ഥാപനത്തിലോ നേരിട്ടെത്തി മിനിറ്റുകൾക്കുള്ളിൽ മാർക്കറ്റ് വിലയിൽ വിൽക്കാൻ സഹായിക്കുന്നു.
ഉടൻ വിളിക്കൂ. ആലപ്പാട് ഗോൾഡ് നിയർ റിലയൻസ് ട്രെൻഡ്സ്, KK റോഡ്, മുണ്ടക്കയം. ഫോൺ 8606100015. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട. റാണി റൈസ് ആൻഡ് ഫ്ലവേഴ്സ്. രുചിച്ചു തന്നെ അറിയണം ഈ പാരമ്പര്യത്തിന്റെ മേന്മ.